ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റൈഡാണ്. അത് നമ്മുടെ കൊട്ടവഞ്ചിയിലുള്ള റൈഡാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെയാണ് ടിക്കറ്റ്. ഒരാൾക്ക് 150 രൂപയാണ്. ഒരു വഞ്ചിക്ക് അത് 4 പേരാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ കൊട്ടവഞ്ചിയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുള്ളൊരു സ്ഥലം കൂടാണ് ഇത്. ഏതെങ്കിലുമല്ല, ഇത് കോന്നിയിലാണ്. കോന്നിയിൽ ഇടവി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കൊട്ടവഞ്ചി സർവീസ് ഉള്ളത് കേട്ടോ. ഇതിനകത്തേക്ക് ഈ 150 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം, അടിപൊളി. എന്നാൽ പറഞ്ഞറിയാനൊന്നും പറ്റില്ല. എന്നാലും നമുക്ക് നേരെ കൊട്ടവഞ്ചിയിൽ എടുത്തിട്ട് പോകാം. അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. അതെ, ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. വേറൊരു ലോകത്തിലേക്ക് എത്തിപ്പെട്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ അത് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ എല്ലാവരും നമ്മളെപ്പോലെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചുകൊണ്ടിരിപ്പുണ്ട്. വെള്ളത്തിലിറങ്ങാൻ പോകാണല്ലോ. നീന്തലറിയാത്ത ഞങ്ങളെപ്പോലെ പാവത്തുങ്ങളെല്ലാം ലൈഫ് ജാക്കറ്റൊക്കെ ഇടണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ പാസ് കൊടുത്തു. നമുക്ക് ഇവിടെ പാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ലൈഫ് ജാക്കറ്റുമായിട്ട് അവർ വന്നു. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ റെഡിയാകാൻ പോവാണ് കേട്ടോ. വാ, കമോൺ. അതെ അതെ, വെള്ളത്തിൽ ഇടരുത് കേട്ടോ. അടുത്തുണ്ട്. ഇപ്പൊ സെറ്റാവും. ഇപ്പൊ റെഡിയാക്കി തരാണ്. ഇപ്പൊ അജിനി ഞങ്ങൾ കായംകുളം. അത് ശരിയാ. ഒരു വെള്ളമുള്ളോ? ഒരു വെള്ളമുള്ളോ? വേറെ വെള്ളമുണ്ടോ? ഇല്ല, തന്നെ വെള്ളം. ഇവര് പാടുപെടുന്ന ടീമുകൾ. അതെ അതെ, കൊള്ളില്ല. നല്ല ആഴമുണ്ടോ ഇത്? നല്ല ആഴമുണ്ടോ? ആർക്ക്? ജാക്കറ്റ് ഉള്ളതുകൊണ്ട് പൊങ്ങി ഇങ്ങനെ കിടക്കുമല്ലോ. അജുവല്ലേ അങ്ങനെ വെള്ളത്തിൽ തണുപ്പൊക്കെ വന്നോളൂ. ഞങ്ങൾ ഇതിനു മുമ്പ് ഒന്ന് വന്നേ. ഇതിനു മുമ്പ് ഞങ്ങളൊന്ന് വന്നു. പക്ഷെ അന്ന് ഇവിടെ സ്ട്രൈക്കായിരുന്നു. ഇങ്ങോട്ട് നീങ്ങിയിരിക്കാം. ചാരില്ല, മനസ്സിലായി. ഇതിനകത്ത് ചാരി വെള്ളം കയറും. പൊളിയില്ലേ? നമ്മളെല്ലാവരും കാണും, ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും കാണും. ഒരു കുണൂടെ തരാം. ഉത്തരം പറയുന്നവർക്ക് 100 മാർക്കുണ്ട്. 100 മാർക്ക് 100 രൂപ അല്ല. അബ്ദുൽ കലാം മിക്കവാറും കാണുന്നതായിരിക്കും. APJ അബ്ദുൽ കലാം ഡെയിലി കാണുന്ന സാധനം എന്താ? നിസ്സാരൊന്നുമല്ലല്ലോ. ഡെയിലിയാണോ? ആ ഡിയുടെ കൂടെ ഒരു 6 കൂടെ ചേർക്കാം. ഇല്ല, ഒരു W കൂടെ ചേർക്കാം. വെള്ളം പിടികിട്ടുന്നുണ്ട്. ഡ്രീം ഡ്രീം നമ്മൾ ഡെയിലി കാണും. പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതെ, സംഭവം ശരിയാ. നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഡ്രീം.
മലയണ്ണാനൊന്നുമില്ലേ? അടിപൊളിയല്ലേ? ചോദിക്കട്ടെ, ആ ചോദിച്ചു. 4 4 കൂട്ടുമ്പം 10 കിട്ടുന്നത് എത്ര? 4 കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടുന്നത് അതിൻ്റെ കൂടെ 2 കൂടെ ചേർക്കുമ്പോൾ. അതിൻ്റെ കൂടെ 2 കൂടെ ചേർക്കുമ്പോൾ 4 4 മാത്രമേ 4 മാത്രമേ ഉള്ളൂ. 4 കൂട്ടുമ്പോൾ 10 കിട്ടുന്നത് 4 4 8. only 4 + 4. ഓൺലി 4 + 4 4 4 8. ഇത് 10 കിട്ടും. അപ്പോൾ 10 കിട്ടുമോ? അത് ശരി, ഉറപ്പായിട്ടും കിട്ടും. പറഞ്ഞോ, തെറ്റ് പറഞ്ഞാലും കുഴപ്പമില്ല, വള്ളത്തിൽ നടക്കി വിടത്തില്ല. എത്ര നമ്മളെ പറഞ്ഞോളെ? ആ 8. ഞാൻ പറയട്ടെ, കണക്ക് തെറ്റുമ്പോൾ 10 കിട്ടുക. ഇല്ല, മുന്നോട്ട് പോകണം അല്ലേ? ഇത് ശരിക്കും കാട് തന്നെയല്ലേ? ഇത് അച്ചൻകോവിലാണ്. ആണോ? അതിനപ്പുറം തമിഴ്നാട്, ഒരു 50-60 കിലോമീറ്റർ. അത് റാന്നി മറ്റേത് കോന്നി. അപ്പോൾ നമ്മൾ കാറ്റും കറണ്ടും നമ്മൾ ബന്ധമുണ്ട് പറയാം. ആത്മബന്ധം. കാറ്റടിച്ചാൽ കറണ്ട് പോകും, കറണ്ട് അടിച്ചാൽ കാറ്റ് പോവില്ല. പുക വലിച്ച പാട്ട് പാടാൻ പറ്റത്തിട്ടാണ്. ചോദ്യത്തിനുള്ള ഉത്തരവ് നമ്മളെ പുക വലിച്ച പാടുപെടും. ആനേ? ഓ, കടവൻ കൂടിയൊക്കെ ഉണ്ട്. ഉണ്ടോ? വണ്ണമുള്ളവര് നോക്കത്തുള്ളൂ. അത് ശരി, നമ്മളെ 4 പേര് നോക്കത്തില്ല. അപ്പൊ വെള്ളം പറഞ്ഞിരിക്കുന്ന ആളാണ്. ആ നല്ലതാ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അദ്ദേഹത്തിന് ഒരു കസേര ഇട്ട് കൊടുത്താൽ ഇരിക്കും. മറിച്ചിട്ടേക്കുമല്ലേ? ഈ ചോദ്യത്തിനകത്ത് ആൻസർ ഇല്ലേ? ചോദ്യത്തിനകത്ത് നമ്മളെ ആൻസർ ഉണ്ട്, ക്യാച്ച് ചെയ്തോണ്ട്. എന്നാലും നമുക്ക് ഈ 100 മാർക്ക് കിട്ടി കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ഈ തലയ്ക്കകത്ത് ഇത്രയും ബുദ്ധിയാ കർത്താവേ. ഇപ്പൊ ക്യാച്ച് ചെയ്ത് തുടങ്ങി പിള്ളേർ. കേട്ടോ കേട്ടോ. അപ്പം കഴിച്ചപ്പോ 2 രൂപയായി. കണ്ട കണ്ടോ? ഞാൻ ചോദ്യം ചോദിക്കാം. ആ ചോദ്യം. ഒരു കടലിൽ 10 അയില, അല്ല സോറി 10 തിമിംഗലം. അയില ഒരെണ്ണം ചത്ത്, ബാക്കി എത്ര ഉണ്ട്? അത് അണ്ണനോട് ചോദിച്ചാ, ഞങ്ങളല്ല. അയിലല്ലോ ചത്തത്, അതിലൊരെണ്ണല്ലേ എത്തത്. എന്ന് അയിലല്ലടി ചത്തത്, 5 ഉണ്ടല്ലോ തിമിംഗലം. ഇത്ര പറഞ്ഞു, അതിലൊരെണ്ണല്ലേ ചത്തത്, തിമിംഗലം ചത്തില്ലല്ലോ. തിമിംഗലം 5 ഉണ്ട്. ചെറിയ കറക്കം ഇറങ്ങിയാലോ? അടിപൊളി അടിപൊളിയാണ്. അടിപൊളിയാണ്. തകർത്തിട്ടോ.
സത്യം പറഞ്ഞാൽ നമ്മൾ വന്ന ടൈം കറക്റ്റാ. അല്ല ഇതുപോലെ ഒരു ക്യാപ്റ്റനെ നമുക്ക് കിട്ടത്തില്ലല്ലോ. കൂടാ ഭയങ്കര പിന്നെ യേശുദാസ് കുളിക്കുമ്പോൾ ഈ വിരല് നനയത്തില്ല. അതെന്താ കാര്യം? അതെന്താണ് കാര്യം? യേശുദാസ് കുളിക്കാറില്ലെന്ന് തോന്നുന്നു. അതാ ഞാൻ കുളിക്കല്ലേ ഈ വെള്ളം നനയത്തില്ല. ഓ അത് ശരി. ഓക്കെ 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 ഓക്കെ. ഓ മനസ്സിലായല്ലോ. ഭയങ്കര ബുദ്ധിയാ. അതെന്നല്ലേ സമയം കൂടുതൽ തരാം കേട്ടോ. ഇതേപോലെ വേറൊരു ചോദ്യം ഉണ്ട് കേട്ടോ. ആ ചോദ്യം ചോദിച്ചു ചോദിച്ചു ചോദിച്ചു. പക്ഷേ നാക്കിന്റെ തുമ്പത്തിരിക്കും. അടിപൊളി. 1 മുതൽ 100 വരെ എത്ര 9 ഉണ്ടെന്ന് പറയാം. കണക്കാക്കാം. 1 മുതൽ 100 വരെ എത്ര ഉണ്ടെന്ന് പറയാം. 1 മുതൽ 100 വരെ 10 10 9, 19, 29 3 1 മുതൽ 100 വരെ 100 വരെ ഒറ്റ 9 ഉണ്ട്. പിന്നെ കുളി തന്നു 9, 19, 29 3 കണക്കാം. അപ്പൊ ശരിയാവുള്ളൂ. 19, 100 9 19 29, 39, 49, 59, 99 രണ്ടെണ്ണം ഉണ്ടോ? 20 ഉണ്ട്. എന്താ പറയാ? കടലിന്റെ നടുക്കെന്താണ്? തവളയുടെ വായ എവിടെ? തവളയുടെ വാ എവിടെ? വാ 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 നടക്ക്. വൈഫിന്റെ ഫുൾ ഫോം പറയണം. വൈഫിന്റെ അതെന്താണ് വൈഫിന്റെ ഫുൾ ഫോം? എന്താണ്? വൈൽഡ് ലൈഫ്. സത്യമാ സത്യമാ. വിത്തൗട്ട് ഇൻഫർമേഷൻ ഫൈറ്റിംഗ് എവരി ടൈം. ഇല്ല. വിത്തൗട്ട് ഇൻഫർമേഷൻ ഫൈറ്റിംഗ് എവരി ടൈം. ഓ മനസ്സിലായി. കിട്ടി കിട്ടി. ഫൈറ്റിംഗ് എവരി ടൈം. സത്യം കിട്ടി കിട്ടി. വൈഫിന്റെ ഫുൾ ഫോമാ. ഒരു ഇൻഫർമേഷൻ വേണ്ട, ചുമ്മാ അടി ഉണ്ടാക്കിക്കോളും. ഒന്നും വേണ്ട. ഓരോ ഇൻഫർമേഷനും വേണ്ട. തമ്മി അടിച്ചോളൂ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു ട്രിപ്പില് നമ്മൾ ഈ പിന്നെ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണിക്കുന്ന ഒരു സീനറി അത് അല്ലേ അല്ലേ? അതൊക്കെ ഇനി അതൊക്കെ കാല് വെച്ച് നടക്കുന്ന ജീവിയാണ്. തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവിയുടെ പേര് തലേ കാല് വെച്ച് കിടക്കുന്ന എനിക്കറിയായിരുന്നു. തലേ കാല് വെച്ച് കിടക്കുന്ന ജീവി കുരങ്ങല്ല. അല്ല, സ്ത്രീകൾക്ക് നല്ല പരിചയം. എന്തായിരിക്കും? ഞാനങ്ങ് പറയാം, പേന കേട്ടോ. ആ സത്യം. തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി. തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി. കറുത്ത കാട്ടിലെ കറുത്ത മനുഷ്യരാരാ? ആരാണ് പറ? കറുത്ത കാട്ടിലെ കറുത്ത മനുഷ്യൻ ആരാ? കറുത്ത മനുഷ്യൻ ആരാണ്? പിന്നെ മോളാണ് ആരാ? ഞാനിപ്പോ കേൾക്കുക. അതിപ്പോഴാ കേൾക്കുന്നത്. ഓണ്ട് അങ്ങോട്ട് പോയി. നല്ല ചെറിയ പോയി. തോന്നിക്കുന്നുണ്ടോ? ഓണ്ട് ഇത് ഈ സൈഡിലാ. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടോ? കണ്ടില്ല നിങ്ങള്? നിങ്ങൾക്ക് കാണാൻ യോഗം വേണ്ട. ആ അതുകൊണ്ടാ.
പോയി അങ്ങോട്ട് പോയി കാട്ടുകോഴി. ഞാൻ കണ്ട് എന്താണ് ഈ കറക്റ്റ് തന്നെ ഇല്ല അവിടെ ചുരുളി കിട്ടായി ചുരുളി നമ്മളൊഴുകി പോകുന്നില്ലേ ജിമി, നമ്മളൊഴുകി പോവാ. ജിമി നമ്മളൊഴുകി പോകുന്നില്ലേ? പോസ്റ്റ് ഓഫീസിൽ പോയാ ആന ഉറുമ്പുകൂടെ പോസ്റ്റ് ഓഫീസ്. ആന അകത്ത് കയറിയില്ല, ഉറുമ്പ് അകത്ത് കയറി. എന്താ കാര്യം? എന്ത് മാതിരി ആനയും ഉറുമ്പും കൂടെ പോസ്റ്റ് ഓഫീസിൽ പോയി. അത് ഇപ്പം ഞാൻ പറയാം. ആന ഉറുമ്പും കൂടെ പോസ്റ്റ് ഓഫീസിൽ പോയി. ആന അകത്ത് കയറിയില്ല, ഉറുമ്പ് അകത്ത് കയറി. എന്താ കാരണം? ആനപ്പുറത്തായി പോസ്റ്റ് ഓഫീസിനകത്ത് ഉറുമ്പ് കയറി, ആന കയറിയില്ല. എന്താ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അന്തർ ആന മനാഹെ. അന്തർ ആന മനാഹെ. ഹിന്ദിയിലാട്ടോ, ഹിന്ദി പോലീസ് പോസ്റ്റ് ഓഫീസിലാണ് പോയത്. ഹിന്ദി വായിക്കാൻ അറിയത്തില്ലായിരുന്നു. അന്തർ ആന മനാഹെ അതാ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. അകത്ത് പ്രവേശനം ഇല്ലെന്നുള്ള അർത്ഥം. ആനക്ക് അതാ ആന എന്താ ഹിന്ദിയിലെ ഹിന്ദി മലയാളിയായിരുന്നു ആന. ഹിന്ദിയിലെ ആന. അതുകൊണ്ട് ആന മലയാളിയായിരുന്നു, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഹിന്ദിയായിരുന്നു. വെളിയിലൊക്കെ പോയവർക്ക് അന്തർ ആന മനാഹെ വേറെ ആനകളവിടെ നിരോധിച്ചിരിക്കുന്നു. അപ്പൊ ആന വിചാരിച്ച ആനയ്ക്ക് കാണാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അവിടെ നമ്മൾ സ്റ്റോപ്പ്. ഇവന് കിളി പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ കേട്ട് കേട്ട് കിളി പോയിരിക്കുമോ തോന്നുന്നു. കറങ്ങി അടിച്ചു. അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലയോ? നീ എന്റെ നാട്ടിലേ അല്ല. മൊത്തത്തിൽ കിളി പോയി കളഞ്ഞു. കഥ പറയിച്ച് ഞങ്ങളെ കിളി കളഞ്ഞ്. പക്ഷെ ഇനി നമുക്ക് ഒരു റൗണ്ട് കൂടെ വരും. അന്തർ ആന മനാഹെ. ഏജ് ചേരാത്ത 100 വാക്ക് പറ. ഏജ് ചേരാത്ത 100 വാക്ക് പറ. ഏജ് ചേരാത്ത 100 വാക്ക്. 100 വാക്കോ? ഏജ് ചേരാത്ത 100 വാക്ക്. 100 ഏജ് ചേരുന്നേ? 1 to 100. 99 വരെ എ ഇല്ല, ബി ഇല്ല, സി ഇല്ല. ഓർത്ത് വെച്ചോളെ. ഇതൊക്കെ ഇനി അവളെ സ്കൂളിൽ പോയി ഇറങ്ങിക്കോളും. വവ്വൽസ് എല്ലാം ഉള്ള ഒരു വാക്ക് പറയാം. വവ്വൽസ് പഠിക്കുമെന്ന് പറയണം. വവ്വൽസ് ഒരു കുളു തരാം. ഞങ്ങൾ 3 പേരും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഭാഗമായിരുന്നു. നിങ്ങൾ 2 പേരും ഡയറക്റ്റ് ഭാഗം. ഇപ്പോൾ സൈഡ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചുകൊണ്ട് വരുന്നത്? സത്യം പറയാം, ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചിരിക്കുന്നത്? എനിക്കൊരു സംശയം ഇല്ലാതില്ല. എന്റർടൈൻ ചെയ്യണമല്ലോ. കാര്യങ്ങളല്ലേ കുളു തരാം. ബിവറേജിന്റെ ഫ്രണ്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യൂ
എന്നിട്ട് അതിനായിട്ട് ഇരിക്കുന്ന അക്ഷരം അതന്നെയല്ലേ ക്യൂ. ഇപ്പം നീന്തൽ അറിയാത്തവർക്കൊക്കെ നീന്ത് പഠിക്കാൻ നല്ല സൗകര്യം. അല്ലേ? നമുക്കിവിടെ കുളിക്കാൻ പറ്റുമോ? ശരിക്കും ആ മണലിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുമല്ലേ? അല്ലേ ഇവിടെ വെള്ളം ഒലിച്ചു പോകും അല്ലേ? ബ്ലോക്ക് ചെയ്ത് വെക്കുമല്ലേ മണലിട്ട്? ഇത് JCB മണ്ണ് മാറ്റി അത് നമ്മൾ വെള്ളം തീരുന്നതനുസരിച്ച് നമ്മളൊക്കെ ഒലിക്കും അല്ലേ? അല്ലെങ്കിൽ ഇവിടെ അത്രേ ഉള്ളൂ ആ കാണുന്നത്. അല്ലേ ഇവിടെ ഇത്രയും വെള്ളം നിൽക്കത്തില്ല അല്ലേ? ഈ ആന വന്ന് മാറിയില്ല. കാക്ക വന്നിരിക്കുന്ന അച്ഛനെ വേണമെന്ന് പറയാം. കാക്ക വന്നിരിക്കുന്ന അയച്ചാന്നോ? ടൂർ അങ്ങനെ ഞങ്ങളുടെ ട്രാവലിംഗ് ലാസ്റ്റ് സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബോറടിച്ചില്ല. ഞങ്ങളുടെ ക്യാപ്റ്റൻ വളരെ രസികനും കൊമേഡിയനുമായി ഇതുകൊണ്ടു. ഞങ്ങളുടെ പേരെന്ത് പറഞ്ഞു? ഷിജു വർഗീസ്. ആണോ? 10 വർഷത്തെ എക്സ്പീരിയൻസ്. പതുക്കെ അവസാനം നീ ഞങ്ങളെ മറിക്കില്ല കൂടെ. അടവി. അങ്ങനെ അടവിയുടെ മനോഹരമായ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നു. സോക്സൊക്കെ നനഞ്ഞു സത്യം.